സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 25 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർ സദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരുത്തിയ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിച്ചു. വിവേകശൂന്യകൾ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്ത് പോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹവിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന്, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുകയില്ല. അതുകൊണ്ട് ജാഗ്രതകളായിരിക്കും. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. എത്രയും സ്നേഹം നിറഞ്ഞ വിൻസെന്റ് അച്ഛ, സ്നേഹമുള്ള സന്ധി, എൻ്റെ ജ്യേഷ്ഠനാച്ച, പ്രൊഫസർ അമ്മ, മദർ സുപ്പീരിയർ, ഈ ഭവനത്തിലെ സുപ്പീരിയർ അമ്മ, ഇവിടെ കൂടിയിരിക്കുന്ന സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സിസ്റ്റർ പ്രൊഫസറിൻ്റെ 50ാമത്തെ ജൂബിലി ആഘോഷിക്കുവാനായിട്ടാണ് ഞാനും സിസ്റ്റർ റോസ്ലെറ്റും തമ്മിലുള്ള ബന്ധം എന്ന് പറയട്ടെ. എൻ്റെ അമ്മച്ചിയും സിസ്റ്ററിൻ്റെ അമ്മച്ചിയും ഫസ്റ്റ് കസിൻസ്. എൻ്റെ അമ്മച്ചി വാഴക്കുളത്ത് വീട്ടുകാരുള്ളതാണ്. നമ്പ്യാവളം കുടുംബത്തിലെയാണ്. ചുള്ളാവളം കുടുംബത്തിലെയാണ് എൻ്റെ അമ്മച്ചി. സിസ്റ്ററിൻ്റെ ജൂബിലി പ്രമാണിച്ച് എന്നോട് സണ്ണിച്ചേട്ടൻ ഒരു 7 മാസം മുൻപ് സണ്ണിച്ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, പിതാവെ, ചേച്ചിയുടെ ജൂബിലിക്ക് പിതാവിന് വരുവാനായിട്ട് സാധിക്കുമോ എന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ ആ ദിവസങ്ങളിൽ കേരളത്തിലുണ്ട്. കാരണം ഫിയ മിഷൻ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിനായിട്ട് ഞാൻ വരുന്നതാണ്. ആ ദിവസങ്ങളിൽ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരാം. ഒരു ദിവസം ഫിക്സ് ചെയ്തു, പിന്നെ മാറി, പിന്നെ ഫിക്സ് ചെയ്തു, കുറേ കാരണങ്ങളാണ്. പക്ഷേ ഇന്ന് ഈ ദേവാലയത്തിൽ വന്ന് നിങ്ങളോട് പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്ററിന്, പ്രിയപ്പെട്ട സിസ്റ്ററിന് അനുവാദങ്ങൾ അർപ്പിക്കുവാനും ഇവിടെ കൂടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരിയേറെ സന്തോഷമാണ്. ഈ ദേവാലയത്തിൽ ഞാൻ വന്ന് പുതിയതായിട്ട് പറയാം. പഴയ അവിടെ ദേവാലയത്തിലായിരുന്നു ഞാൻ ഒരു 27 വർഷം മുൻപ് പട്ടം കിട്ടുന്നതിന് മുൻപ് ആ ദേവാലയത്തിൽ വന്ന് കുറേ 1-2-3 തവണ കുർബാനയൊക്കെ ചൊല്ലി ശരിക്കും പഠിച്ച് 1999
ഏപ്രിൽ 19 വടക്കുപാറയിലുള്ള ഇടവകയിൽ കൊഹിമ രൂപതയ്ക്ക് വേണ്ടിയിട്ട് ഒരു പുരോഹിതനായിരുന്നു. 38 വർഷം മുൻപ് കേരളത്തിൽ നിന്നും ഞാൻ നോർത്ത് ഈസ്റ്റിലുള്ള കൊഹിമ എന്ന രൂപതയിൽ സേവനമനുഷ്ഠിക്കുവാനായിട്ട് അങ്ങോട്ട് പോയി. അവിടുത്തെ പഠനത്തിന് ശേഷം 25 വർഷത്തെ സേവനം അനുഷ്ഠിച്ചതിന് ശേഷം ഇപ്പോൾ ഞാൻ അരുണാചൽ എന്ന സംസ്ഥാനത്ത് ഇറ്റാനഗർ എന്ന രൂപതയിലെ 2ാമത്തെ മെത്രാനായി സേവനമനുഷ്ഠിക്കുന്നു. ഇന്ന് നാം ജൂബിലി ആഘോഷിക്കുന്ന അവസരത്തിൽ എനിക്ക് സിസ്റ്ററിനോട് 1-2 കാര്യങ്ങൾ പറയുവാനായിട്ടുണ്ട്. ആദ്യമായിട്ട്, every celebration of our Jubilee is a time of gratefulness. ദൈവത്തിന് നന്ദി പറയുക എന്ന ഒരൊറ്റ കാര്യത്തിലാണ് നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. ജൂബിലി ആഘോഷിക്കുന്ന സിസ്റ്റർ, ഇന്നിവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അവസരത്തിൽ ദൈവത്തിന് നന്ദി പറയുക എന്ന ഒരൊറ്റ കാര്യമാണ്. To express our thanksgiving for the person's commitment, service and dedication. നമ്മളുടെ പരിപൂർണമായ ഒരു സമർപ്പിത ജീവിതവും അതുപോലെ മറ്റുള്ളവർക്ക് സേവനമനുഷ്ഠിക്കുവാനും ത്യാഗപൂർവം നമ്മളുടെ ജീവിതം സമർപ്പിക്കുവാനുമായിട്ടാണ് നാം ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 50 വർഷക്കാല കാലയളവിൽ സിസ്റ്റർ റോസ്ലെറ്റ് ആ ജീവിതം പരിപൂർണമായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഇന്ന് ഈ ദേവാലയത്തിൽ ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് കൂടിയിരിക്കുകയാണ്. ഈ അമ്മ 50 വർഷക്കാലം ഒരു സമർപ്പിതയുടെ ജീവിതം നയിച്ചതിന് ശേഷം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അനേകം ആളുകൾ ഈ സമർപ്പിതയുടെ കൂടെ സമർപ്പിതയുടെ ജീവിതത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അനേകം ആളുകൾ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ, അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ നല്ല കാര്യങ്ങളെയൊക്കെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുക എന്ന ഒറ്റ കാര്യത്തോടു കൂടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ഡേ ഓഫ് സെലിബ്രേഷൻ. സെലിബ്രേഷൻ ടു സെലിബ്രേറ്റ് എ പേഴ്സൺസ് ലൈഫ്, ഫെയ്ത്ത് ആൻഡ് കോൺട്രിബ്യൂഷൻസ്. നമ്മുടെ ജീവിതം സമർപ്പിതമാകുന്നത്, നമ്മുടെ ജീവിതം പരിപൂർണമായിട്ട് യേശുവിനോട് വിട്ടുകൊടുക്കുമ്പോൾ നമ്മളുടെ സ്വന്തമായ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മളുടെ വിശ്വാസത്തിലും നാം വളർന്ന് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് കൂടിയിരിക്കുന്ന അവസരത്തിൽ സിസ്റ്ററിന്റെ സ്നേഹത്തിലും സന്തോഷത്തിലും ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങളുടെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ബന്ധുമിത്രാദികളും എല്ലാവരും ചേരുകയാണ്. I'm sure that your life must have been an inspiration for many. സിസ്റ്റർ കുർബാനയ്ക്ക് മുൻപ് പല വാഴ്ചകൾ കുറേ കാര്യങ്ങൾ പറയുന്നത് സിസ്റ്ററിൻ്റെ കാര്യങ്ങൾ. You have been an inspiration for many and an example of personal witness of Jesus. യേശുവിന് സാക്ഷ്യം വഹിക്കുന്ന നല്ല ഒരു മകളായിട്ട് ഈ സഭയിൽ ജീവിച്ചു. അതുകൊണ്ട് ദൈവം അതീതമായിട്ട് അനുഗ്രഹിച്ചു, ആശീർവദിച്ചു. ഇന്ന് സിസ്റ്ററിനോടൊത്ത് സിസ്റ്ററിന്റെ സന്തോഷം പങ്കിടുവാനായിട്ട് ഞങ്ങൾ ഇവിടെ കൂടിയിരിക്കുകയാണ്. ഇനി വരുന്ന കാലങ്ങളിലേക്ക് സിസ്റ്റർ പറയുവാനുള്ളത്, I am going to make a renewal of my personal commitment to God, to renew your commitment and reaffirm the values and principles which Christ has brought. ഇനി വരുന്ന ഘട്ടങ്ങളിലേക്ക് സിസ്റ്റർ മുൻപോട്ട് നോക്കുമ്പോൾ
ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവമേ, എൻ്റെ സമർപ്പിത ജീവിതം ഇനി വരുന്ന കാലയളവിന് നല്ലതുപോലെ നല്ല ഒരു ഫിറ്റ്നസ് ആയി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുവാനായിട്ടുള്ള ഒരു അവസരമാകണമേ എന്ന പ്രാർത്ഥനയാണ് നമുക്കൊക്കെ വേണ്ടുകയുള്ളൂ. ഇന്നത്തെ ആദ്യത്തെ വാർത്തയിൽ നാം കേട്ടത് ജൂബിലി വർഷം നാം ദൈവത്തിന് സമർപ്പിക്കുന്ന വർഷം. ജൂബിലി വർഷം പൂർണ്ണമായിട്ട് ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുക്കുക. പൂർണ്ണമായിട്ട് നാം ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. പ്രത്യേകിച്ച് സിസ്റ്ററിനെ. യെരമ്യാവിന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്, For I know the plans I have for you, plans to prosper and not to harm you, plans to give you hope and future. ദൈവത്തിന് നമുക്ക് നമ്മുടേതായ ഓരോരുത്തരിലും ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികം ആക്കണം. കാരണം നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്, ഒരു പ്ലാൻ ഉണ്ട് എന്ന കാര്യം നാം ഓർക്കേണ്ടിയിരിക്കുന്നു. സിസ്റ്റർ റോസ്ലിന്റെ ഈ ജീവിത മാർഗത്തില് we see God's providence and guidance. Her commitment to the religious life has been a testament of faith and trust in God's plan. സഹനത്തിന്റെ ജീവിതത്തിലും ഒരു സമർപ്പിത ജീവിതം സിസ്റ്റർ നയിച്ച് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ചും സിസ്റ്ററിനെക്കാളും താഴ്ന്ന ഈ സൈഡിലിരിക്കുന്നവരല്ല, സിസ്റ്ററിനേക്കാൾ ജൂനിയറാണ്, ഇവിടെ ഇരിക്കുന്നവർക്ക് സീനിയറാണ്. ഓക്കെ, ഇവരെ എസ്പെഷ്യലി ഈ ജൂനിയർ ഞങ്ങളെ പോലെയുള്ളവരൊക്കെ ഞങ്ങൾക്ക് സിസ്റ്ററിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് പറയാം, ഈ സമർപ്പിത ജീവിതത്തിൽ സഹനത്തിലും സമർപ്പിതമായ ഒരു ജീവിതം കാഴ്ചവെച്ച് നല്ലവനായ യേശുവിനെ പിന്തുടരേണ്ടിയിരിക്കുന്നു. രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ സമയത്ത് ലൂമൻ ജെൻസിയം എന്ന കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുകയാണ്, consecrated persons are called to be a sign of God's presence in the world. Consecrated persons are called to be a sign of God's presence in the world. നമ്മളുടെ ജീവിതം എപ്പോഴും സമർപ്പിതമായിട്ട് ആ ദൈവത്തിൻ്റെ ഒരു നല്ല ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നല്ലവനായ ദൈവം ഇനിയും അനേക വർഷങ്ങൾ സിസ്റ്റർ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അനുഗ്രഹങ്ങൾ നേരുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഓർക്കുക. ഞാൻ ഇപ്പോൾ പിച്ച് വെച്ച് നടക്കുന്ന കാലം മാത്രമേ ആയിട്ടുള്ളൂ. ഒരു മെത്രാൻ എന്ന നിലയിൽ അരുണാചൽ എന്ന സംസ്ഥാനം അത്ര എളുപ്പമുള്ള ഒരു സംസ്ഥാനമൊന്നുമല്ല. കാരണം നമ്മുടെ കേരളത്തിനോടൊപ്പം ഒപ്പിച്ച് കഴിയുമ്പോൾ ഏകദേശം 3 ഇരട്ടി വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ 3 ഇരട്ടി വലിപ്പമുണ്ട്. ആ സംസ്ഥാനത്ത് 2 രൂപതകളാണുള്ളത്. അതിനകത്ത് ഒരു രൂപതയാണ് ഇറ്റാനഗർ, വേറെ ഒരെണ്ണം മിയാവ്. ഇറ്റാനഗർ എന്ന രൂപത ഏകദേശം കേരളത്തിൻ്റെ 2 ഇരട്ടി വലിപ്പമുണ്ട്. എൻ്റെ രൂപതയിലേക്ക് ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തെത്തണമെങ്കിൽ 5 ദിവസത്തെ യാത്രയാണ്. 5 ദിവസത്തെ യാത്ര. ഇത്രയും ദൈർഘ്യം, ഇത്രയും വിസ്തീർണമുള്ള ഒരു രൂപതയാണ്. 4 അയൽ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു രൂപതയാണ് ഭൂട്ടാൻ, ടിബറ്റ്, ചൈന ആൻഡ് മ്യാൻമാർ. ഏകദേശം 522 പള്ളികളുണ്ട്. പക്ഷേ വിളവുകൾ ഏറെ, പക്ഷേ വേലക്കാർ പരിമിതം. അതുകൊണ്ട് വേലക്കാരെ വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം 35 വൈദികർ മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ ഒരു രൂപതയിൽ. 35 വൈദികർ, ഓരോ അച്ഛനും 20-30 പള്ളികളാണ്. അപ്പോൾ പ്രാർത്ഥിക്കുക.
നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. നല്ല സ്നേഹമുള്ള മനുഷ്യരുടെ ഇടയിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്. അവിടെയുള്ള ഏകദേശം 104 ഭാഷകൾ സംസാരിക്കുന്ന ആളുകളാണ് ഒരു രൂപതയിൽ. 104 ഭാഷ. So you can imagine how big and what complex reality it is. Please do pray for us. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരിക്കൽ കൂടി നമ്മുടെ സിസ്റ്ററിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം സിസ്റ്ററിനെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പ്രൊഫഷണലായി എന്നെ ഇന്ന് ഇവിടെ വിളിച്ച് നന്ദി നിങ്ങളോടൊന്നായിരിക്കുവാനായിട്ട്, അതുപോലെ തന്നെ ഈ ദേവാലയത്തിൽ കുർബാനർപ്പിക്കുവാനായിട്ട് നല്ല ഒരു അവസരം ഒരുക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ